വീട്, കൃഷിഭൂമി, 20,000 രൂപയുടെ സ്മാർട്ട് ഫോൺ, മാസവരുമാനം 2.5 ലക്ഷം രൂപ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ഇന്ദിരാബായി എന്ന സ്ത്രീ മക്കളെ കൊണ്ട് ഭിക്ഷയെടുപ്പിച്ച് സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. പ്രായപൂർത്തിയാകാത്ത സ്വന്തം മക്കളെ ഉപയോഗിച്ച് യാചകവൃത്തി നടത്തിയാണ് ഇന്ദിര ലക്ഷങ്ങളുടെ സ്വത്തുക്കൾ സമ്പാദിച്ചത്. സ്ഥിരം കുറ്റവാളിയായ ഇന്ദിരയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിലാണ് മക്കളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനത്തിലൂടെ ഇവർ സമ്പാദിച്ച ലക്ഷങ്ങളുടെ കണക്കുകൾ പുറത്തുവന്നത്. തുടർന്ന് കുട്ടികളെ നിർബന്ധിച്ച് ഭിക്ഷയെടുപ്പിച്ചതിന് കേസെടുത്ത് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവരുടെ പെൺമക്കൾ ഇപ്പോൾ ഒരു NGOയുടെ സംരക്ഷണയിലാണ്. പട്ടിണി കിടക്കുന്നതിന് പകരമാണ് ഭിക്ഷാടനം തെരഞ്ഞെടുത്തതെന്നും മോഷ്ടിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അതെന്നും ഇന്ദിര NGO പ്രവർത്തകരോട് ചോദിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 10, 8, 7, 3, 2 വയസ്സുള്ള 5 കുട്ടികളാണ് ഇന്ദിരാബായിക്കുള്ളത്. മുതിർന്ന കുട്ടികളെ ഇൻഡോറിലെ തിരക്കേറിയ ലവ് കുശ് സ്ക്വയറിലാണ് ഭിക്ഷാടനത്തിനായി നിർത്തുന്നത്. ഉജ്ജയിനിയിലെ മഹാകാൽ ക്ഷേത്രത്തിലേക്കുള്ള റൂട്ടായതിനാൽ ഈ വഴി തീർത്ഥാടകരുടെ തിരക്ക് കൂടുതലാണ്. തീർത്ഥാടകർ ഒരിക്കലും ഭിക്ഷക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും ഓടിക്കാൻ സാധ്യതയില്ലെന്നും ഇന്ദിര പറയുന്നു. ഇവിടെ കുട്ടികളെ കൊണ്ട് പിച്ചയെടുപ്പിച്ചാൽ നല്ല വരുമാനം ലഭിക്കും. ക്ഷേത്ര ദർശനത്തിന് പോകുന്ന തീർത്ഥാടകർ ഭിക്ഷയായി വലിയ തുക കുട്ടികൾക്ക് നൽകും. മഹാകാൽ ലോക് ഇടനാഴിയുടെ നിർമ്മാണത്തിന് ശേഷം തന്റെ വരുമാനം വർദ്ധിച്ചെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഇടനാഴിയുടെ നിർമ്മാണത്തിന് മുമ്പ് പ്രതിദിനം 2500ഓളം ഭക്തരാണ് എത്തിയിരുന്നെങ്കിൽ ഇന്ന് പ്രതിദിനം 1.25 ലക്ഷം പേർ വരുന്നതായി അധികൃതർ പറഞ്ഞു. ഫെബ്രുവരി 9-നാണ് മകളോടൊപ്പം ഭിക്ഷാടനം നടത്തുന്നതിനിടെ ഇന്ദിര പിടിയിലാകുന്നത്. ഈ സമയം ഇന്ദിരയുടെ ഭർത്താവും 2 കുട്ടികളും അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഇന്ദിരയുടെ കയ്യിൽ നിന്ന് 19,600 രൂപയും പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് 600 രൂപയും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അറസ്റ്റിന് 45 ദിവസം മുമ്പ് താൻ 2.5 ലക്ഷം രൂപ സമ്പാദിച്ചതായി ഇന്ദിര വെളിപ്പെടുത്തി. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപം 2 നില വീടും കൃഷിഭൂമിയും തനിക്കുണ്ടെന്നും നല്ല സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നും ഭർത്താവ് മോട്ടോർ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നതെന്നും ഇന്ദിര പറഞ്ഞു. ഇതെല്ലാം ഭിക്ഷാടനത്തിലൂടെ നേടിയതാണെന്നും അവർ വ്യക്തമാക്കി. ഓടി രക്ഷപ്പെട്ട ഭർത്താവിനും ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾക്കുമായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. യാചകരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന NGO ആയ സൻത പ്രവേശ് ഇൻഡോറിലെ ഏകദേശം 7000ഓളം ഭിക്ഷാടകരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഏകദേശ കണക്ക് പ്രകാരം യാചകർ മൊത്തം പ്രതിവർഷം 20 കോടിയിലധികം രൂപ സമ്പാദിക്കുന്നുണ്ടെന്ന് NGO വോളണ്ടിയർ രൂപാലി ജെയിൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് വെളിപ്പെടുത്തിയിരുന്നു.